ഹലോ ചങ്ങായിമാരെ, ഡ്രാഗൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ ടൊവിനോ തോമസ് നായകനായ നരിവേട്ട സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമ ഒറ്റ വാക്കിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ലാത്തൊരു എബോവ് ആവറേജ് എക്സ്പീരിയൻസേ തന്നുള്ളൂ. കാരണം ഈ സിനിമ ഞാൻ നല്ലൊരു ഹൈപ്പ് വെച്ചായിരുന്നു ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു എബോവ് ആവറേജ്. ഇത് സ്ട്രിക്റ്റ്ലി എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. വേറെ പലർക്കും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, വേറെ പലർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടും. ഞാൻ പക്ഷേ നല്ലൊരു ഹൈപ്പിൽ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കത് അത്രയ്ക്കും ദഹിച്ചില്ല സിനിമയ്ക്കകത്ത്. ഫസ്റ്റ് ഹാഫിൽ കുറേ ആ ഒരു റൊമാൻറ്റിക് ട്രാക്ക് കുറച്ച് ഡ്രിം ചെയ്ത് കളയായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിൽ നല്ല ലാഗ് എനിക്ക് തോന്നി. പിന്നെ ഈ സിനിമയിനകത്ത് ടൊവിനോയുടെ പെർഫോമൻസ് എടുത്തു പറയണം. ടൊവിനോയുടെ മാത്രമല്ല, ഇതിനകത്ത് എല്ലാ കാസ്റ്റ് ആൻഡ് ഈച്ച് ആൻഡ് എവരി വൺ കിട്ടിയതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് സിനിമ ടോപ്പാണ്. എസ്പെഷ്യലി ഒരു കാട്ടുവാസി ഉണ്ട്, മറ്റൊരു പട്ടി വെട്ടി കിടക്കുന്ന ഒരു കാട്ടുവാസി. അങ്ങേര് മോനെ കിട്ടിയ അഭിനയം, ജീവിക്കുമെന്ന് പറയത്തില്ല, അതേ കൂട്ടായിരുന്നു. പിന്നെ സിനിമ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുള്ളൊരു സ്റ്റോറിയാണ്. അതുകൊണ്ട് എനിക്കറിയത്തില്ലായിരുന്നു അതായത് ഈ സിനിമ റിയൽ സ്റ്റോറി ബേസ്ഡ് ആണ്. ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് റിയൽ സ്റ്റോറി ബേസ്ഡ് ആണെന്ന്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇതിൽ തന്നെ ആ ഒരു മൈൻഡ് വെച്ച് പോയി കാണുക. ഇതൊരു ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കുറച്ച് ആക്ഷനൊക്കെ ആണെന്ന് തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഒരു ഡ്രാമ പരിപാടിയാണ്. നല്ല ഇത്തിരി റിയലിസ്റ്റിക് ഒക്കെ ആയിട്ടാണ് സിനിമ എടുത്തേക്കുന്നത്. പിന്നെ സിനിമയ്ക്ക് അത് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പരിധി വരുമ്പോൾ സിനിമ നല്ലോണം ഹൈ ആകുന്നുണ്ട്. ആ ഒരു ക്ലൈമാക്സ് ഒക്കെ നമ്മളെ ഇത്തിരി ഇമോഷണലി ഹുക്ക് ചെയ്യും. ഞാൻ പറയില്ലേ, സിനിമയകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയായിരുന്നു. കാരണം നമുക്ക് ലാഗ് തോന്നും. കാരണം ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇത് ഇൻ്റർവെൽ ആവാത്തേ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. കാരണം ഫസ്റ്റ് ഹാഫിന് 2 മണിക്കൂർ 18 മിനിറ്റേ ഉള്ളൂ സിനിമയുടെ ഡ്യൂറേഷൻ എങ്കിലും ഫസ്റ്റ് ഹാഫിന് തന്നെ എനിക്ക് ഒരു 2 മണിക്കൂർ ഡ്യൂറേഷൻ തോന്നി. കാരണം അത് ആ ഒരു സ്ക്രീൻ പ്ലേൻ്റെ കുഴപ്പമാണ്. എനിക്ക് സ്ക്രീൻ പ്ലേ ഇതിനകത്ത് നല്ലോണം വീക്കായി തോന്നി. പിന്നെ ആ ഒരു അതിൻ്റെ ആ റിയൽ ഇൻസിഡൻ്റ് ഇല്ലേ, ആ ഒരു ഇൻസിഡൻറ്റ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എത്രത്തോളം ഭീകര ആണെന്നൊക്കെ ഈ സിനിമയിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. ആ ഒരു ആദിവാസി അനുഭവിച്ച ഭീകരത, ആ ഒരു ഇൻസിഡൻറ്റിന് അത് എത്രത്തോളം ഭയങ്കര വലിയ അവരനുഭവിച്ച കഷ്ടത എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഉണ്ടെങ്കിലും പറഞ്ഞില്ലേ, ഇതിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഹൈ ആവും, പിന്നെ ഒന്ന് ലോ ആവും, പിന്നെ വീണ്ടും ആവും. അങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടല്ലേ സിനിമ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് സത്യമായിട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ല, റൊമാൻറ്റിക് എനിക്ക് ഒട്ടും കണക്റ്റ് ആക്കാൻ പറ്റിയില്ല. സിനിമയിനകത്ത് ആ ഒരു ആദിവാസി അവരുടെ ഒരു ഇമോഷൻ നമുക്ക് കണക്റ്റ് ആവും. ടൊവിനോയുടെ ആ ഒരു പാട്ടുണ്ട്, അതെനിക്ക് കണക്റ്റ് ആയിട്ടൊന്നുമില്ല. പുള്ളിക്കാരൻ്റെ ഒരു ദേഷ്യമോ അതൊന്നും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പെർഫോമൻസ് വൈസും വിഷ്വൽ വൈസും നല്ല വിഷ്വലൊക്കെയുള്ള അതായത് നിങ്ങൾക്ക് ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി അറിയണമെങ്കിൽ ഈ സിനിമ പോയി കണ്ടു നോക്കുക എന്ന് ഞാൻ പറയൂ. ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കാതെ ഒരു നല്ല പടം കാണുന്ന രീതിയിൽ പോയി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിപ്പോൾ എനിക്കൊരു എബോവ് ആവറേജ് ആയിട്ട് തോന്നിയത് ഞാൻ നല്ലൊരു ഹൈപ്പിൽ പോയതുകൊണ്ടാണ്. എന്തായാലും കുഴപ്പമില്ല, ക്ലൈമാക്സ് ഒക്കെ നല്ലൊരു ഇതായിരുന്നു. കൊള്ളാം, നല്ല സിനിമ. നിങ്ങൾ കണ്ടവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.